സാമ്പിൾ എടുക്കേണ്ടത് 75 മൈക്രോണിൽ കൂടെ പാസ് ചെയ്ത് 75 മൈക്രോൺ 75 മൈക്രോണിൽ ഒരു പെർസെന്റ് 50 ഗ്രാം 50 ഗ്രാം കോപ്പറേറ്റിംഗ് ഏജന്റ് ഈ കോപ്പറേറ്റിംഗ് ഏജന്റ് ഏതിന്റെ വേണം സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റും സോഡിയം കാർബണേറ്റും വെച്ച് മിശ്രിതം അതെടുത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കുക ഇതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് 50 ഗ്രാം 20 ml 50 ഗ്രാം സോയിലും 20 ml സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആൻഡ് സോഡിയം കാർബണേറ്റ് ഈ ഇതിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലോട്ട് ഒഴിക്കണം ഈ കപ്പ് ഇങ്ങനെ വയ്ക്കുക കപ്പിന്റെ പകുതി വെള്ളം കൂടെ ഒഴിക്കുക പകുതി മതി ഈ കപ്പിന്റെ പകുതി അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം സാമ്പിള് കുറച്ച് വെള്ളം കൂടെ ഇത്രയും കഴിക്കണം ഇത് ടച്ച് ചെയ്യണ്ടേ ആ ടച്ച് ചെയ്യണം എന്നിട്ട് ഓൺ ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം എന്നിട്ട് 4 മിനിറ്റ് സ്റ്റിർ ചെയ്യണം 4 മിനിറ്റ് എന്നിട്ട് തിരിച്ചെടുക്കാം ഇതിനകത്ത് ചിലപ്പോൾ സാമ്പിൾ റെസിയിരിക്കും അപ്പോൾ ഇതുണ്ടല്ലോ ഓണാക്കാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യണം ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മതി ഇവിടെയൊക്കെ സാമ്പിൾ ഇരിക്കും കേട്ടോ അപ്പോൾ അത് കളയാതെ ഇങ്ങനെ ഒഴിച്ച് ഇതിവിടേക്ക് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെടുത്ത് 1000 ml ജാറിൽ ഇതിൽ ഒഴിച്ചിട്ട് 1000 ml ആക്കുക ഇത് എന്നിട്ട് ഈ റബ്ബർ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കാം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചിലത് കഴിയുമ്പോൾ ഇങ്ങനെ അപ്പം ഉണ്ടാവുന്നതായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ നല്ലോണം അപ്പം ഇവിടെ അറിയാൻ പറ്റും ഇങ്ങനെ ഷേക്ക് ചെയ്യാൻ പാടിയെന്നുണ്ടെങ്കിൽ ആ ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വയ്ക്കുക ഓൺ ചെയ്യുക ഇതെടുത്ത് അതിലോട്ട് പെട്രോമീറ്റർ ഇതിലിരുന്ന് ഓൺ ചെയ്യും ആദ്യം വെറുതെ വെള്ളത്തിലിട്ടിട്ട് കാലിബ്രേറ്റ് ചെയ്യണ്ടേ വെറുതെ വെള്ളത്തിലിട്ടിട്ട് ഇത് വെറുതെ വെള്ളത്തിലിട്ടേ -5 0 5 10 15 20 അങ്ങനെയാണ് റീഡിങ് 10 കഴിഞ്ഞിട്ട് ഒരു ഡിവിഷൻ ആണെങ്കിൽ ഷേക്ക് ചെയ്ത് ഇങ്ങനെ ഇടുക ഷോപ്പ് ഓൺ ചെയ്യുക എന്നിട്ട് ആദ്യം 50 സെക്കൻഡിൽ പിന്നെ